ഇതാണ് പ്ലം കേക്ക്. നമ്മളിനിയിപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് ബേക്കറികളിലൊക്കെ കാണാൻ പോകുന്ന ഒരു സാധനമാണ്. പക്ഷെ എത്ര പേർക്ക് ഇതിൽ റിയൽ പ്ലം അല്ല ഉണ്ടാവുക എന്നുള്ളത്. പ്ലം എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോക്ക് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളാണ്. അതാണ് പ്ലം എന്ന് വിളിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, വിക്ടോറിയൻ കാലഘട്ടങ്ങളിൽ പ്ലം കേക്ക് ഡെവലപ്പ് ആയതുകൊണ്ടായ സംഭവമാണ്. ഈ പ്ലം കേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഞാനിപ്പോൾ സെലബ്രയിലല്ലത്. പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സോക്ക് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ വിൻ്റർ സമയത്ത് ഫ്രൂട്ട്സ് കിട്ടുകയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം സംഭവം. അങ്ങനെ പ്രിസർവ് ചെയ്ത് വിൻ്റർ സമയത്ത് ഒരു പോറേജ് ആയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ കഴിച്ചിരുന്നത്, അതായത് റോമക്കാർ. പിന്നീട് ഇത് യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ അതിന് കഥ മാറി. ഇത് പിന്നീട് പുഡിങ്ങായി, പിന്നീട് കേക്കായി. ഇന്നും യൂറോപ്പുകളിൽ കേക്ക് വിൽക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ പേരെന്താ വെച്ചാൽ ഫ്രൂട്ട് കേക്ക് എന്നാണ്, പ്ലം കേക്ക് അല്ല. പ്ലം കേക്ക് നമ്മുടെ നാട്ടിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്, എസ്പെഷ്യലി തലശ്ശേരിയിൽ. 1883 ആദ്യത്തെ പ്ലം കേക്ക് ഒറിജിനൽ എന്നാണ് പറയപ്പെട്ടത്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ശരിക്കും പറഞ്ഞാലേ ഏകദേശം 1 വർഷം നമ്മൾ സോക്ക് ചെയ്ത് വെക്കും. അതന്നെ ആൽക്കഹോൾ വേർഷനും ഉണ്ട്, നോൺ ആൽക്കഹോൾ വേർഷനും ഉണ്ട്. ഇനി അതല്ലാതെ നിങ്ങൾക്കിപ്പം കുറച്ചുകൂടി റിച്ച് പ്രീമിയം ആയിട്ടുള്ള പ്ലം കേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതോടെ അവൈലബിൾ ആണ്. ഫില്ലിങ്സ് മാത്രമല്ല, ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രീമിയം റിച്ച് പ്ലം കേക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിൽ പ്ലം കേക്ക് ആവശ്യമുള്ള ആളുകൾ ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം എത്തിക്കും. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഫോൺ നമ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി കണക്ട് ചെയ്യാം. അപ്പം ഹാപ്പി ക്രിസ്മസ്.